ഇങ്ങനെ തമാശക്ക് പറയാറില്ലേ, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാര്, എഞ്ചിനീയർമാരുടെ മക്കൾ എഞ്ചിനീയർമാര്, അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മക്കൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്. നമ്മുടെ നാട്ടിൽ ഓരോരുത്തർ തല കുത്തനെ നിന്നിട്ടാണ് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. അപ്പൊ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ പിടിച്ചിട്ട് PSCക്ക് പഠിക്കാൻ പറഞ്ഞാൽ അത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പാരന്റ്സ് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ഉപദേശങ്ങൾ ഓരോ സമയത്ത് തന്നുകൊണ്ടേയിരിക്കും. അവര് ചിലപ്പോൾ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എപ്പോഴും അത് പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. എന്റെ പാരന്റ്സ് ഇത്രയും കാലം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു മാസത്തെ സാലറി വാങ്ങിയിട്ട് അതിൽ നിന്ന് എങ്ങനെ അടിപൊളിയായിട്ട് ചെലവുകൾ നിയന്ത്രിച്ച് ജീവിക്കാം എന്നുള്ളതാണ്. ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു തുക സാലറി ആയിട്ട് കിട്ടുന്ന ഈ ഒരു കോർപ്പറേറ്റ് ജോലി ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായത് ഇപ്പോഴും എനിക്കൊരു ഡേ ഡ്രീം പോലെയാണ്. നമ്മുടെ രാജ്യത്ത് തൊഴിൽ സാഹചര്യങ്ങൾ കുറയുന്നത് കൊണ്ടാണോ ഇപ്പൊ എല്ലാവരും പുറത്തേക്ക് പോകുന്നതെന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരു അഭിമുഖത്തിൽ ഒരാൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ കൂടുതൽ സാലറിയുള്ള ഒരു ജോലി വാങ്ങാം എന്നതിൽ നിന്ന് മാറി എങ്ങനെ എനിക്ക് 10 പേർക്ക് സാലറി കൊടുക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരാൾ വിജയിക്കുന്നത് എന്നുള്ളതാണ്.